ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ഹെൽപ്പർ എക്സാം, അതായത് നമ്മുടെ ഫെബ്രുവരി 21 നടത്തിയ ഹെൽപ്പർ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് ITI ഇലക്ട്രിക്കലായിരുന്നു. അപ്പോൾ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെല്ലാവരും കണ്ടാണ്, നിങ്ങളെല്ലാവരും എഴുതി കാണും. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സോളിഡ് കണ്ടക്ടർ കമ്പയർഡ് ടു സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ്? സോളിഡ് കണ്ടക്ടേഴ്സ് കമ്പയർഡ് ടു സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സിൽ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ബി, ഇറ്റ് ഈസ് വാട്ട്? ലെസ് ഫ്ലെക്സിബിലിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ലൊക്കേറ്റ് ദ ഫോൾട്ട് ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ്? അണ്ടർഗ്രൗണ്ട് കേബിൾസിലെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഏത് ടെസ്റ്റാണ്? ആൻസർ വന്നിട്ട് എ, ലൂപ്പ് ടെസ്റ്റ് ആണ്. ഓക്കെ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: which law states that in closed electric circuit the applied voltage is equal to the sum of the voltage drops? ഏത് ലോയാണ്? ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ടിൽ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പിന് ഈക്വൽ ആണെന്ന് പറയുന്നത് ഏത് ലോയാണ്? ക്രിച്ച്ഹോഫിൻ്റെ സെക്കൻഡ് ലോയാണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട്? ഓപ്പൺ സർക്യൂട്ടിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇൻ വിച്ച് ഡിവൈസ് ദ എയർ കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ്? ഏത് ഡിവൈസിലാണ് എയർ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റേഡിയോ റിസീവർ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഇൻഡക്റ്റൻസ് ഇൻ AC പാരലൽ സർക്യൂട്ട്? AC പാരലൽ സർക്യൂട്ട്സിൽ ഇൻഡക്റ്റൻസ്, റെസിപ്രോക്കൽ ഓഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അക്സെപ്റ്റൻസ്. ഓക്കെ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്ന ഏതാണ്? ഇറ്റ് ഈസ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് പർപ്പസ് ദ ഹൈഡ്രോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡ്യൂറിങ് ചാർജിങ് ഓഫ് ബാറ്ററി? ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്ന എന്ത് പർപ്പസിനാണ്? എന്ത് കണ്ടുപിടിക്കാനാണ്? ടു ഡിറ്റർമൈൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് പാർട്ട് ഈസ് ലൂസിങ് ഇലക്ട്രോൺ ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്? അപ്പം ഇലക്ട്രോളിസിസ് സമയത്ത് ഏത് പാർട്ടാണ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത്? ഏത് പാർട്ടാണ്? ഇറ്റ് ഈസ് ആനോഡ്. ഓക്കെ. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് വയറിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ ടെമ്പററി ഇൻസ്റ്റോളേഷൻസ്? ടെമ്പററി ഇൻസ്റ്റോളേഷനിൽ ഏത് വയറിംഗ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഏത് വയറിംഗ് ആണ്? ഇറ്റ് ഈസ് ക്ലീറ്റ് വയറിംഗ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ELCB? ELCBയുടെ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു മോണിറ്റർ ദി റെസിഡ്യുവൽ കറണ്ട്. റെസിഡ്യുവൽ കറണ്ട്സിനെ മോണിറ്റർ ചെയ്യാനാണ് നമ്മുടെ ELCB യൂസ് ചെയ്യുന്നത്. ELCB എന്ന് പറയുമ്പോൾ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ്. ഓക്കെ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് പ്രിൻസിപ്പിൾസ് ഡസ് ദി എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ വർക്ക് ഓൺ? എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റർ വർക്ക് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പിൾ വെച്ചാണ്? ഇറ്റ് ഈസ് ബൈ ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ്? ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ലൂമൻ. ഓക്കെ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ടൈപ്പ് ഓഫ് ലൈറ്റനിങ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഫ്ലഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലൈറ്റനിങ്? ഇപ്പോൾ ഫ്ലഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ലൈറ്റനിങ്ങിൽ ഏത് ടൈപ്പ് ഓഫ് ലൈറ്റനിങ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡയറക്റ്റ് ലൈറ്റനിങ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ കോൾഡ് കാഥോഡ് ലാമ്പ്? ഇതിലേതാണ് താഴെ തന്നിരിക്കുന്ന ഏതാണ് കോൾഡ് കാഥോഡ് ലാമ്പ്? ഹാലജൻ ലാമ്പ്, നിയോൺ സൈൻ ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ്? ഇറ്റ് ഈസ് നിയോൺ സൈൻ ലാമ്പാണ്. ഓക്കെ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് എൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്? ഏതാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്? ഇറ്റ് ഈസ് ടാൻജൻ്റ് ഗാൽവനോമീറ്റർ. 17ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്കിംഗ് ഹീറ്റിംഗ് എലമെൻറ്റ്? ഹീറ്റിംഗ് എലമെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഏത് മെറ്റീരിയലാണ്? അതെല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് നിക്രോം. ഓക്കെ. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ലാമിനേറ്റഡ് കോർ ഇൻ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിൽ ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുന്ന എന്തിനാണ്? എഡ്ഡി കറണ്ട് ലോസ് തടയാൻ വേണ്ടി. ഓക്കെ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പോൾ ഷൂ ഇൻ എ DC ജനറേറ്റർ? DC ജനറേറ്ററിനകത്ത് പോൾ ഷൂ എന്തിനാണ്? ഇറ്റ്സ് മെയിൻലി ഡ്യൂ ടു എന്താണ്? സ്പ്രെഡ് ഔട്ട് ഫ്ലക്സ് യൂണിഫോംലി ഇൻ ദ എയർ ഗ്യാപ്പ്. ആ എയർ ഗ്യാപ്പിൽ ഫ്ലക്സിനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ DC ജനറേറ്ററിനകത്ത് പോൾ ഷൂ വയ്ക്കുന്നത്. ഓക്കെ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഇൻ DC ജനറേറ്റർ? DC ജനറേറ്ററിൻ്റെ അകത്തുള്ള ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് എന്താണ്? ഇറ്റ്സ് മെയിൻലി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? കൂടുകയാണോ അതോ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുകയാണോ? ഔട്ട്പുട്ട് വോൾട്ടേജ് പൾസേറ്റിംഗ് ആണോ? ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആണോ എന്ന്? ഇൻ ടേംസ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിക്രീസസ്. ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ്. ബി. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ:
വിച്ച് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സ്? ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സിൽ ഏത് ടൈപ്പ് ഓഫ് DC ജനറേറ്ററാണ് യൂസ് ചെയ്യുന്നതെന്ന്? 21ാമത്തേതാണ് മെയിൻലി ഇറ്റ് ഈസ് വാട്ട് ഷണ്ട് ജനറേറ്ററാണ്. ഷണ്ട് 21A ഷണ്ട് ടൈപ്പ് ഓഫ് DC ജനറേറ്ററാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് യൂസ് ടു ടെസ്റ്റ് ദി ആർമേച്ചർ വൈൻഡിങ്? ആർമേച്ചർ വൈൻഡിങ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഗ്രൗളർ. ഓക്കെ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റൂൾ ഡിറ്റർമിൻസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ DC മോട്ടർ? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ DC മോട്ടർ ആണെങ്കിൽ ഏത് റൂളാണ്? ഓക്കെ, DC മോട്ടർ ആണെങ്കിൽ ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ജനറേറ്റർ ആണെങ്കിലാണ് ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരുന്നത്. അത് രണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് യൂസ് ടു പ്രൊവൈഡ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് അറ്റ് വേരിയബിൾ സ്പീഡ്? വേരിയബിൾ സ്പീഡിൽ ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്? ഏത് ടൈപ്പ് ഓഫ് മോട്ടറാണ്? ഇറ്റ് ഈസ് 3 phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. ഓപ്ഷൻ സി ആണ് 3 phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ? ഏതാണ്? ലെൻസസ് ലോ അനുസരിച്ചാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ടു യൂസ് എ പെർമനൻറ്റ് കപ്പാസിറ്റർ ഇൻ ഫാൻ മോട്ടർ സർക്യൂട്ട്? അടുത്ത് നമ്മുടെ എന്താണ് 26ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ടു യൂസ് പെർമനൻറ്റ് കപ്പാസിറ്റർ ഇൻ ഫാൻ മോട്ടർ സർക്യൂട്ടിൽ പെർമനൻറ്റ് കപ്പാസിറ്റർ ഉപയോഗിക്കാൻ കാരണം എന്താണ്? മെയിൻലി ഫോർ സ്പ്ലിറ്റിംഗ് ഓഫ് ഫേസ് ഫോർ ടോർക്കാണ്. ഓക്കെ. 26ാമത്തെ ആൻസർ സി ആണ്. അടുത്ത 27, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് ഡാംബർ വൈൻഡിങ് ഇൻ AC ജനറേറ്റർ? മെയിൻലി എന്താണ്? ടു പ്രിവെൻറ്റ് ദി ഹണ്ടിങ് എഫക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഡാംബർ വൈൻഡിങ്സ് AC ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ആൻ ഇൻവെർട്ടർ? ഇറ്റ് കൺവേർട്സ് DC വോൾട്ടേജ് ഇൻറ്റു AC വോൾട്ടേജ്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രിപ്പ് കോയിൽ യൂസ്ഡ് ഇൻ സർക്യൂട്ട് ബ്രേക്കർ? സർക്യൂട്ട് ബ്രേക്കറിൽ യൂസ് ചെയ്യുന്ന ട്രിപ്പ് കോയിലിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ്സ് മെയിൻലി വാട്ട് ടു റിമോട്ട് ഓപ്പറേഷനാണ് ട്രിപ്പ് കോയിലിൻ്റെ ഫങ്ഷൻ ഇൻ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ കോസ് ഫോർ ചേഞ്ചിങ് ദ പെർമിബിലിറ്റി ചേഞ്ച് ചെയ്യാനുള്ള കോസ് ഏതാണ്? ഫ്ലക്സ് ഡെൻസിറ്റി. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലൈൻ ഇൻസുലേറ്റർ ഈസ് യൂസ്ഡ് അറ്റ് ദ ഡെഡ് എൻഡ്സ് ഓഫ് ദി ഹൈ ടെൻഷൻ ഓവർഹെഡ് ലൈൻസ്? ഏത് ഇൻസുലേറ്റേഴ്സ് ആണ്? ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആണ്. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ACSR സ്റ്റാൻഡ്സ് ഫോർ? ACSR എന്ന് വെച്ചാൽ അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് ആണ്. ഓക്കെ. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് AC ട്രാൻസ്മിഷൻ ഈസ് യൂണിവേഴ്സലി അഡോപ്റ്റഡ്? അപ്പോൾ യൂണിവേഴ്സലി അഡോപ്റ്റഡ് ഏതാണ്? 3 phase 3 wire ആണ്. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓപ്പറേഷൻ ഓഫ് കീ ബട്ടൺ ഇൻ BOP ഓഫ് AC ഡ്രൈവ് ഓഫ് ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. പ്രസ് ഓൺ ഓഫ് റെവല്യൂഷൻ ഓൺ ഇതാണ്. ഓക്കെ. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഹെഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? ഏത് ടർബൈനാണ്? ഇറ്റ് ഈസ് ഇമ്പൾസ് ടർബൈൻ. ഓക്കെ. 36ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫ്യൂൽ ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി ഇൻ ഇന്ത്യ ഫോർ പവർ ജനറേഷൻ? ഏത് ഫ്യൂലാണ്? കോളാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ബൈ ജനറേറ്റർ? ഏത് എനർജിയാണ്? മെക്കാനിക്കൽ എനർജി. ഹൗ ഇൻ്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ എ DC ജനറേറ്റർ? ഇൻ്റർപോൾസ് എങ്ങനെയാണ് DC ജനറേറ്ററിനകത്ത്? ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ ആണ്. വിച്ച് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ബിലോങ്സ് ടു ക്ലാസ് B ഇൻസുലേഷൻ? ക്ലാസ് B ഇൻസുലേഷനിലുള്ളത് ഏതാണ്? ഫൈബർ ഗ്ലാസ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് DC മോട്ടർ ഈസ് യൂസ്ഡ് ഫോർ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഡ്രൈവ്സ്? കോൺസ്റ്റൻറ്റ് സ്പീഡ് ഡ്രൈവ്സ് യൂസ് ചെയ്യുന്ന ഏതാണ്? DC ഷണ്ട് മോട്ടർ. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് DC മോട്ടർ ഈസ് യൂസ്ഡ് ഫോർ സഡൻ ആപ്ലിക്കേഷൻ ഓഫ് ഹെവി ലോഡ്സ്? ഹെവി ലോഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഏത് മോട്ടറാണ്? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറാണ്. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ വൈൻഡിങ്സ് ഇൻ 3 phase മോട്ടർ? എത്രയാണ്? 120 ഡിഗ്രി. 43ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫോൾട്ട് കണ്ടീഷൻ തെർമൽ ഓവർലോഡ് റിലേ പ്രൊട്ടക്ട്സ് AC ഇൻഡക്ഷൻ മോട്ടർ? ഏത് കണ്ടീഷനിലാണ് നമ്മൾ AC ഇൻഡക്ഷൻ മോട്ടറിനെ തെർമൽ ഓവർലോഡ് റിലേ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഓവർ കറണ്ട് കണ്ടീഷനിലാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസുലേഷൻ ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഇൻ AC വൈൻഡിങ്? അപ്പോൾ AC വൈൻഡിങ്ങിൽ കട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ ഏതാണ്? കഫ്ലിംഗ്. ഏതാണ് കഫിംഗ്? ഫാബ്രിക് ബേസ്ഡ് അഡ്ഹസീവ് ടേപ്പാണ് ഇൻസുലേഷനാണ് യൂസ് ചെയ്യുന്നത് AC വൈൻഡിങ്ങിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് യൂസ് ടു ലിഫ്റ്റ് ആൻഡ് മൂവ് ഹെവി ലോഡ്സ്? ക്രെയിൻ ആൻഡ് സ്ലിങ്സ് മെത്തേഡാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫിസിക്കൽ ഹസാർഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഫിസിക്കൽ ഹസാർഡ് ഏതാണ്? കൊറോസീവ് ആണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് വാർണിംഗ് സൈൻസ് ഇൻ ദ ബേസിക് കാറ്റഗറി? ഏതാണ്? യെല്ലോ ആണ്.
അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ഫ്യൂംസ്? ഏത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആണ്? നോസ് മാസ്ക് ആണ്. ഇതൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസിൽ വരുന്നതാണ്. അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്പോസൽ മെത്തേഡ് ഓഫ് വേസ്റ്റ് സേവ് ലോട്ട് ഓഫ് എനർജി? ഏത് മെത്തേഡാണ്? റീസൈക്ലിംഗ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് BIS? BIS എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ദാറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ്? ഏതാണ്? ഇൻസിനറേഷൻ. 52ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ഹസാർഡ് ഈസ് കോസ് ഫോർ ഇൻഫെക്ഷൻ? ഇൻഫെക്ഷൻ കൊടുക്കുന്ന ഏത് ഹെൽത്ത് ഹസാർഡാണ്? ബയോളജിക്കൽ ഹസാർഡ്. 53ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കണ്ടീഷൻ ഓഫ് ദി വിക്ടിം ഈസ് റെഫേർഡ് ആസ് COMA സ്റ്റേജ്? ഏത് കണ്ടീഷനാണ്? ഇറ്റ് ഈസ് ലൈ ടോട്ടലി സെൻസ്ലെസ് ആൻഡ് ഡു നോട്ട് റെസ്പോണ്ട് ടു കോൾസ്. 54ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് എ പാസീവ് എലമെൻറ്റ്? താഴെ നിൽക്കുന്ന പാസീവ് എലമെൻറ്റ് ഏതാണ്? കപ്പാസിറ്റർ. 55ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഡയാക് ഇൻ പവർ കൺട്രോൾ സർക്യൂട്ട്സ്? മെയിൻലി ഫോർ ട്രിഗറിംഗ് ആണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് DC വോൾട്ടേജ് ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ ഇഫ് ദ ഇൻപുട്ട് AC വോൾട്ടേജ് ഇസ് 24 വോൾട്ട്? എത്രയാണ്? 10.8 വോൾട്ട്. ഒരു ഫോർമുല ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോണിക് സർക്യൂട്ട് പ്രൊഡ്യൂസസ് സിഗ്നൽ വേവ്സ് ഓർ പൾസസ് വിത്തൗട്ട് ആൻ ഇൻപുട്ട്? ഏതാണ്? ഓസിലേറ്റർ. ഓക്കെ. അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കേബിൾ ടൈസ് ആർ യൂസ്ഡ് ടു ബഞ്ച് ദ വയേഴ്സ്? ഏത് കേബിൾ ടൈസ് ആണ്? നൈലോൺ ടൈസ്. 59ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സർക്യൂട്ട് ദ ലിമിറ്റ് സ്വിച്ചസ് ആർ യൂസ്ഡ്? ലിമിറ്റ് സ്വിച്ചസ് യൂസ് ചെയ്യുന്ന എവിടെയാണ്? ലിഫ്റ്റ് സർക്യൂട്ട്സിലാണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അക്സസറി ഈസ് യൂസ് ടു മൗണ്ട് MCB OLR ഇൻ എ പാനൽ ബോർഡ് വിത്തൗട്ട് യൂസിങ് സ്ക്രൂസ്? ഏതാണ്? DIN റെയിലാണ്. ഓക്കെ. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് കൺട്രോൾ ദ ഓപ്പറേഷൻ ഇൻ സീക്വൻഷ്യൽ കൺട്രോൾ സിസ്റ്റംസ്? ഏതാണ്? ഇറ്റ് ഈസ് ടൈമർ. 62ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രോൾ സിസ്റ്റം കൺസ്യൂംസ് വെരി ലോ പവർ ഫോർ മോഷൻ കൺട്രോൾ ഇൻ AC ആൻഡ് DC മോട്ടേഴ്സ്? ഏത് കൺട്രോൾ സിസ്റ്റമാണ് ലോ പവർ കൺസ്യൂം ചെയ്യുന്നത് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് AC ആൻഡ് DC മോട്ടേഴ്സിൽ? ഏതാണ്? ഇറ്റ് ഈസ് ഡ്രൈവ് കൺട്രോൾസ് ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത 63ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BOP ഇൻ DC ഡ്രൈവ്? നമ്മൾ നേരത്തെ BOP എന്ന് വെച്ച് പറഞ്ഞല്ലോ ക്വസ്റ്റ്യനിൽ. എന്താണ് BOP എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ബേസിക് ഓപ്പറേഷണൽ പാനൽ. സോളാർ പാനൽ ആ ഒരു ഇതിൽ വരുന്ന ബേസിക് ഓപ്പറേഷണൽ പാനലാണ്. ഓക്കെ. അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് GOG കീ ഇൻ എ കൺട്രോൾ പാനൽ ഓഫ് DC ഡ്രൈവ്സ്? ഏതാണ്? ഇറ്റ് ഈസ് ഫോർ ഇച്ചിങ് ഓപ്പറേഷന് വേണ്ടിയുള്ളതാണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൊപ്പോർഷണൽ ടു ദ ടോർക്ക് ഇൻ DC മോട്ടർ? നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ഉണ്ട് DC മോട്ടറിൽ. ഏതാണ് പ്രൊപ്പോർഷനായിട്ട് വരുന്നത്? ഇറ്റ് ഈസ് ആർമേച്ചർ കറണ്ട് IA ആണ് അതിന് പ്രൊപ്പോർഷനായിട്ട് വരുന്നത്. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മിനിമം പെർമിസിബിൾ സിംഗിൾ ഫേസ് സർക്കിംഗ് വോൾട്ടേജ് ഇഫ് ദ ഡിക്ലെയർഡ് വോൾട്ടേജ് ഇസ് 240 വോൾട്ട് ആസ് പെർ ISA? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മിനിമം പെർമിസിബിൾ സിംഗിൾ ഫേസ് വർക്കിംഗ് വോൾട്ടേജ് എത്രയാണ്? ഇറ്റ് ഈസ് 228 വോൾട്ടാണ് വർക്കിംഗ് വോൾട്ടേജ്. 228 വോൾട്ട്. അടുത്ത 67ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഫ്രീക്വൻസി കൺവേർട്ടർ? ഇതിൽ ഫ്രീക്വൻസി കൺവേർട്ടർ ഏതാണ്? സൈക്ലോ കൺവേർട്ടർ. അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഓട്ടോമാറ്റിക് സ്റ്റെപ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ? ഏതാണ്? ഫോർ ടെലിവിഷനാണ്. വെയർ സ്ക്വയർ വേവ് ഇൻവേർട്ടേഴ്സ് ആർ യൂസ്ഡ്? എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഫോർ ജനറൽ ലൈറ്റ്നിങ്. ഹൗ ദ കപ്പാസിറ്റി ഓഫ് ബാറ്ററി സ്പെസിഫൈഡ്? കപ്പാസിറ്റി ഓഫ് ബാറ്ററി സ്പെസിഫൈ ചെയ്യുന്നതാണ് ആംബിയർ അവർ. അടുത്ത 71ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് കൺവേർട്ട് സൺലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി? ഏത് ഡിവൈസ് ആണ്? ഇറ്റ് ഈസ് ഫോട്ടോ വോൾട്ടായിക് സെൽ. അടുത്ത 72ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഈസ് മോസ്റ്റ് കോമൺ യൂസ്ഡ് ഇൻ ഡിജിറ്റൽ വാച്ചസ്? ഡിജിറ്റൽ വാച്ചസിലൊക്കെ യൂസ് ചെയ്യുന്ന ഏതാണ്? ഇറ്റ് ഈസ് മെർക്കുറി. 73ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യൂസ്ഡ് എസ് എ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇൻ എ ഡ്രൈ സെൽ? ഏതാണ്? ഇറ്റ് ഈസ് കാർബൺ. 74ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ സെൽ ഇഫ് ലോഡ് ഇൻക്രീസസ്? ഒരു സെല്ലിലെ ടെർമിനൽ വോൾട്ടേജിന് എന്ത് പറ്റും? അതിൻ്റെ ലോഡ് കൂടുകയാണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് ഓൾസോ ഡിക്രീസസ്. ഹൗ മെനി 2-way സ്വിച്ചസ് ആർ റിക്വയർഡ് ഇൻ ഗോഡൺ വയറിംഗ് സർക്യൂട്ട് ടു കൺട്രോൾ 4 ലാമ്പ്? 4 ലാമ്പ് കൺട്രോൾ ചെയ്യാൻ എത്ര 2-way സ്വിച്ചസ് വേണം? എത്ര എണ്ണം വേണം? 3 2-way സ്വിച്ചസ് വേണം. ഓക്കെ, 3 എണ്ണം വേണം. 4 ലാമ്പ് ഉണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി ഫ്ലെക്സിബിൾ കോഡ് ഇൻ ഡൊമസ്റ്റിക് വയറിംഗ്? ഡൊമസ്റ്റിക് വയറിൽ എന്തിനാണ്? മെയിൻലി ഫോർ ദ കണക്ഷൻ ഫോർ ട്രാൻസ്പോർട്ടബിൾ അപ്ലയൻസസ്. 77ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം പെർമിസിബിൾ ലോഡ് ഫോർ എ പവർ സബ് സർക്യൂട്ട് ആസ് പെർ IE റൂൾസ്? എന്താണ്? 3000 വോൾട്ട്. ഹൗ ദ എർത്ത് റെസിസ്റ്റൻസ് ക്യാൻ ബി റെഡ്യൂസ്? എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം?
പ്രൊവൈഡിങ് ഡബിൾ എർത്തിങ്. വിച്ച് മീറ്റർ ഈസ് യൂസ് ടു മെഷർ റെവല്യൂഷൻ പെർ മിനിറ്റ് ഓഫ് എ മോട്ടർ? ഏത് ഡിവൈസ് ആണ്? ഇറ്റ് ഈസ് ടാക്കോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് യൂസ് ഇൻ വെറ്റ് ഗ്രൈൻഡേഴ്സ്? വെറ്റ് ഗ്രൈൻഡേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഏത് മോട്ടറാണ്? കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടർ, ഇൻഡക്ഷൻ റൺ മോട്ടർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ITA ലെവലിൽ ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷനുള്ള ഒരു എക്സാം ആയിരുന്നു. ഓക്കെ, അത് നിങ്ങൾ അപ്ലൈ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ITA കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ന്യൂ ബാച്ചസ് നമ്മൾ മാർച്ച് 2 തുടങ്ങുന്നുണ്ട്. ITA ലെവലിലാണ് കോച്ചിങ് കൊടുക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.